എന്നൊക്കെ ഓരോ ഡാർട്ടുകളായിട്ട് എറിയാം. ഉണ്ട്. കണ്ടോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഓരോ ഡാർട്ടുകളായിട്ട് ഇങ്ങനെ എറിയുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ദാണ്ട് ഈ ഒരു കേസ് നോക്ക്. കണ്ടില്ലേ? ബുൾസൈയിൽ കൊണ്ടുണ്ടോ? ആ, ഒരെണ്ണം ഉണ്ട്. എക്സാക്ട് സെന്ററിൽ കൊണ്ടുവന്ന് പറയാൻ പറ്റത്തില്ല, സൈഡായിട്ട്. ഓക്കെ. വീണ്ടും 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 ഡാർട്ടുകൾ എറിഞ്ഞ ഇങ്ങനെ തന്നെ. ഇനി ഒരു കാര്യം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് 1000 ഡാർട്ട് എറിയാം. അതിന് നമുക്ക് ബാച്ച് ആയിട്ട് എറിയാം. ആദ്യം ഒരു 500 ഡാർട്ട് എറിയാം. വീണ്ടും ഒരു 500 ഡാർട്ട് എറിയാം. ഓക്കെ. ഇപ്പൊ നാണ്ട നിങ്ങൾ കണ്ടില്ലേ? 1000 ഡാർട്ട് വന്ന് കൊണ്ട കേസായത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഇതിനെ സൈഡിൽ നിന്ന് നോക്കിയാ ഇവിടെ എവിടെ ഹൈറ്റ് കൂടുതൽ? ഓക്കെ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഡാർട്ട് കൊണ്ടെവിടാന്ന് അറിയണ്ട. ഈ ഡാർട്ട് ബോർഡിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് എവിടെ ഇപ്പം? ദാണ്ടെ ഞാൻ നോക്കിയാ കണ്ടോ? ഇവിടെ അല്ലേ ഏറ്റവും കൂടുതൽ ഹൈറ്റ്? അതെങ്ങോട്ടാ? ദാണ്ടെ ഏതാണ്ട് ഒരു എക്സാക്ട് സെന്ററിലോട്ടല്ലേ വരുന്നത്? ഇല്ല, നമുക്ക് മേളിൽ നോക്കാം. കണ്ടോ? ഓൾമോസ്റ്റ് ഒരു സെന്ററിലോട്ടല്ലേ വരുന്നത്? നിങ്ങൾ ഏത് സൈഡിൽ നിന്ന് വേണേലും നോക്ക്. കണ്ടോ? കണ്ടില്ല? കണ്ടേ? ഹൈറ്റ് എവിടാ ഞാൻ ഉദ്ദേശിച്ചാണ്ട? ഈ ബോഡിയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈറ്റ് എവിടാ? ഓൾമോസ്റ്റ് ഇവിടെ അല്ലേ? ഓക്കെ. കണ്ടേ? ഓൾമോസ്റ്റ് ഇവിടെ അല്ലേ? ഈ ഒരു ലോജിക്കാണ് നിങ്ങൾക്ക് എത്തേണ്ടത്. മനസ്സിലായോ? ആ ഏറ്റവും കൂടുതൽ ഹൈറ്റ് എവിടാന്നുള്ളത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീണ്ടും കുറെ ഡാർട്ട് എറിയുക നോക്ക്. കണ്ട? വീണ്ടും കുറെ ഡാർട്ട് എറിഞ്ഞ് വീണ്ടും എറിഞ്ഞ്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഹൈറ്റ് എവിടാ? നടുക്കല്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ ഹൈറ്റ് എവിടാ? കണ്ട? ഈ നടുഭാഗത്തായിട്ടല്ലേ? കണ്ടോ? വീണ്ടും നോക്ക്. നടുഭാഗത്തായിട്ടല്ലേ? ഞാൻ വീണ്ടും എറിഞ്ഞ് എന്ത് സംഭവിക്കും? കണ്ട? വീണ്ടും ഡാർട്ടുകൾ ഇങ്ങനെ എറിഞ്ഞ് കൊണ്ടേയിരിക്കാം. ഓക്കെ. ഇതിപ്പോ നോക്ക്. സൂം ഔട്ട് ചെയ്ത് നോക്ക്. ഏറ്റവും കൂടുതൽ അതങ്ങ് പോയി, നശിപ്പിച്ച്. ഏറ്റവും കൂടുതൽ ഹൈറ്റ് എവിടാ? കണ്ട? ഇവിടെ അല്ലേ? ഓക്കെ. കണ്ട? ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ ഹൈറ്റ് എവിടാ? ഇവിടെ അല്ലേ? ഓക്കെ. ദിസ് ഈസ് ദ എക്സാക്ട് തിങ് വാട്ട് വി നീഡ്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? ഏറ്റവും കൂടുതൽ ഡാർട്ടുകൾ കൊണ്ട ഹൈറ്റ് താണ്ട ഈ ഓൾമോസ്റ്റ് ഈ സെന്ററില. ഓക്കെ. ഇതാണ് ആക്ച്വലി നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി. നമുക്ക് ഇവിടുന്നാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. റീസെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഡാർട്ട് ബോർഡിലോട്ട് വരാം വീണ്ടും. ഓക്കെ. നമ്മളെത്തിയേ? നമ്മുടെ ഡാർട്ട് ബോർഡിലോട്ട് എത്തി. അപ്പൊ നമ്മൾ കണ്ടത് എന്താ ഇവിടെ? ആക്ച്വലി ഏറ്റവും കൂടുതൽ ഡാർട്ടിന്റെ ഹൈറ്റ് ഉള്ള സ്ഥലം. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ ഡാർട്ടുകൾ കൊണ്ട സ്ഥലമല്ല പറയുന്നത്, ഏറ്റവും കൂടുതൽ ഡാർട്ടിന്റെ ഹൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലം. ഓക്കെ. അപ്പൊ ചോദിക്കും എങ്ങനെ ഈ ഡാർട്ടുകൾ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോയിന്ന്. ആൻസർ വളരെ സിമ്പിൾ ആണ്. എൻ്റെ കയ്യിൽ ഒരു ഡാർട്ട് ബോർഡ് ഉണ്ട്. ഞാൻ ഈ ഡാർട്ട് ബോർഡിലോട്ട് ഒരു ഡാർട്ട് എടുത്ത് എറിഞ്ഞ്. ഓക്കെ. എന്നിട്ട് ഞാൻ അതെന്റെ ആദ്യത്തെ ഡാർട്ട്. ഞാൻ രണ്ടാമതോ ഡാർട്ട് എടുത്തിട്ട് എക്സാക്ട് അതേ സ്പോട്ടിൽ തന്നെ എറിഞ്ഞ് എന്ത് സംഭവിക്കും? കാരണം അവിടെ ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഡാർട്ട് ബോർഡിൽ അതേ പൊസിഷനിൽ നമ്മൾ ആദ്യം വന്ന ഡാർട്ട് ഇരിപ്പുണ്ട്. അതേ പൊസിഷനിൽ തന്നെ ഞാൻ രണ്ടാമതോ ഡാർട്ട് ബോർഡ് എറിഞ്ഞ ഡാർട്ട് എടുത്ത് എറിഞ്ഞ എന്ത് സംഭവിക്കും? നേരത്തെ ഉണ്ടാകുന്ന ഡാർട്ടിന്റെ പുറകെ ചെന്ന് കുത്തിയിരിക്കും. മനസ്സിലായി? കാരണം എന്താ പറ്റി? നമ്മുടെ ഡാർട്ട് ബോർഡിൽ ഓൾറെഡി നമ്മൾ ഏറ്റവും ആദ്യം വന്ന ഡാർട്ട് അതേ പൊസിഷനിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതേ പൊസിഷനിൽ തന്നെ നമ്മൾ രണ്ടാമതോ ഡാർട്ട് എടുത്ത് എറിഞ്ഞാൽ നേരത്തെ കൊള്ളിച്ച ഡാർട്ടിന്റെ പുറകെ ചെന്ന് കുത്തിയിരിക്കും. മൂന്നാമതൊരെണ്ണം അതുപോലെ എറിഞ്ഞാലോ ആ രണ്ടാമത് എറിഞ്ഞ ഡാർട്ടിന്റെ പുറകെ പോയി കുത്തിയിരിക്കും. ഇപ്പൊ നോക്ക്, ഹൈറ്റ് കൂടുന്നുണ്ട്. ഇങ്ങനെയാണ് കൂടി വരുന്നത്. റിയൽ ലൈഫിൽ പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഒരു മെറ്റാലിക് ഡാർട്ട് ബോർഡ് എടുക്കുക, എന്നിട്ടൊരു മാഗ്നറ്റിക് ഡാർട്ട് എടുക്കുക, അതെടുത്ത് എറിഞ്ഞ് രണ്ടാമത് വീണ്ടും വേറൊരു മാഗ്നറ്റിക് ഡാർട്ട് എടുത്ത് എറിഞ്ഞ് അതേ സ്പോട്ടിൽ തന്നെ എറിഞ്ഞ് നമ്മുടെ ഉന്നം അത്ര കറക്റ്റ് ആണെങ്കിൽ അതേ സ്പോട്ടിൽ തന്നെ എറിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഡാർട്ടിന്റെ പുറകെ പോയി ഒട്ടിയിരിക്കും. അപ്പൊ കണ്ട? ഇപ്പൊ ഹൈറ്റ് എന്ത്? 2 വീണ്ടും അത് സംഭവിക്കും. വീണ്ടും ചെന്ന് കൊണ്ടിരിക്കും. അപ്പൊ 3 അങ്ങനെ ഒരു ഹൈറ്റ് ഇങ്ങനെ കൂടി പൊക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അല്ല നിങ്ങൾക്ക് വിഷ്വലി തന്നെ കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ ഇപ്പോൾ ഡാർട്ട് എറിഞ്ഞ അല്ലെ ഒരു 500 ഡാർട്ട് എറിഞ്ഞു. ഇവിടെ കണ്ടോ ഇതെങ്ങനെ ഇരിക്കുന്നേ? കണ്ടോ? ഇതിന്റെ പുറകെ വന്ന് കുത്തിയിരിക്കുകയല്ലേ? ഓക്കെ. ഇതിന്റെ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാണ്ടേ? ഈ ഡാർട്ട് വന്നതിന്റെ പുറകെ കുത്തിയിരിക്കുകയല്ലേ? ചിലത് അതിന്റെ ഇടയ്ക്ക് സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. 2 ഡാർട്ടുകളുടെ പീസുകളുടെ ഇടയിൽ കണ്ടേ? ഇതൊക്കെ കണ്ടില്ലേ? കണ്ടേ? വന്ന് ഈ ഗ്യാപ്പിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുക ഈ ഡാർട്ട് വന്നിട്ട്. കണ്ടില്ലേ? ചിലത് വേണമെങ്കിൽ എക്സാക്ട്ലി ബാക്കിൽ വന്നിട്ട് കൊണ്ടിരിക്കുന്നത് നാണ്ട്. ഇത് കണ്ടേ? ഇത് നോക്ക്, ഇത് സ്റ്റക്ക് ആയിട്ടിരിക്കുക. ഇവിടെ കണ്ടില്ലേ? ചിലത് വന്ന് ബാക്കിൽ കറക്റ്റ് കുത്തിയിരിക്കുന്നതും കാണും. കണ്ടില്ലേ? ഇത് കണ്ടോ? ഇത് വന്നിട്ട് ബാക്കിൽ കുത്തിയിരിക്കുക. കണ്ടില്ല? സോ അങ്ങനെയാണ്
ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ കൂടി കൂടി മേലോട്ട് മേലോട്ട് പോകുന്നത് ആണ്. ഇങ്ങനെ ഹൈറ്റ് വെച്ച് 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 പോകുന്നാണ്ട. ഏറ്റവും അറ്റത്ത് നോക്ക്, വേണ്ട ഇത് വന്ന് അതിന്റെ ബാക്കി കുത്തി കയറിയിരിക്കുകയല്ലേ. സോ ഇങ്ങനെയാണ് ഈ ഹൈറ്റ് വെച്ച് പോകുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലം അതെങ്ങനെ അവിടെ ഹൈറ്റ് കൂടിയത്? അതെന്റെ ക്വസ്റ്റ്യൻ. എങ്ങനെ അവിടെ ഹൈറ്റ് കൂടിയത്? അതറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ ബിഗിനറോ പ്രോയോ ഉന്നമില്ലാത്തവനോ അമേച്ചറോ എന്തെങ്കിലും ആയിട്ട് ബൈ ഡീഫോൾട്ട് നമുക്ക് മനുഷ്യന് ഒരു സാധനത്തിൽ എറിയാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് അടുത്തെങ്കിലും ചെന്ന് കൊള്ളുമല്ലോ. അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടല്ലോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്താണ്? ഈ എക്സാക്ട് നടുക്കെറിയുക. സോ നമ്മളെല്ലാം എറിയുന്ന എങ്ങോട്ടാണ്? ഈ എക്സാക്ട് നടുക്കോട്ടാണ്. അപ്പം അവിടെ തന്നെ കൊള്ളണോ? ഇല്ലല്ലോ, സാധ്യമില്ല. കാരണം ചിലപ്പോൾ എൻ്റെ വിരൽ ചെറുതായിട്ടൊന്ന് മടങ്ങിപ്പോയാൽ ഞാൻ ഈ ഉന്നം വെക്കുന്ന നടുക്കായിരിക്കില്ല കൊള്ളുന്നത്. അല്ലെങ്കിൽ കാറ്റ് നന്നായിട്ടൊന്ന് വീശിപ്പോയാൽ ചിലപ്പം ഡാർട്ട് ഒന്ന് ചരിഞ്ഞായിരിക്കും കൊള്ളുന്നത്. അല്ല ഇതൊന്നും വേണ്ട, നമ്മുടെ ഡാർട്ട് ബോർഡ് തന്നെ നമ്മൾ ആ വോളി തൂക്കി വെച്ചേന്ന് ചെറുതായിട്ടൊന്ന് ആടിപ്പോയി കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ചെന്ന് കൊള്ളുന്നത്. അല്ലെങ്കിൽ ഒന്ന് ഭൂമി കുലുങ്ങി നോക്കി ചെറുതായിട്ട്, അപ്പോൾ എന്ത് പറ്റും? ഡാർട്ട് ബോർഡിന്റെ പൊസിഷൻ ഒന്ന് മാറും. അപ്പോഴും അവിടെ ആയിരിക്കില്ല കൊള്ളുന്നത്. അല്ല ഭൂമി കുലുങ്ങി നമ്മൾ തന്നെ കുലുങ്ങും. അപ്പോൾ എന്താ പറ്റും? നമ്മൾ എറിയുന്ന ഡാർട്ട് മാറിക്കൊള്ളും. സോ കേസസ് ഇൻഫൈനൈറ്റ് ആണ് വേണമെങ്കിൽ നമുക്ക് പറയാം. പല കേസുകളുണ്ടായി. നമ്മൾ എറിയാൻ പോകുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒന്ന് വന്ന് തോണ്ടി, അല്ലെങ്കിൽ എന്താ പറ്റി മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവിയിലൂടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് എന്തെങ്കിലുമൊക്കെ തെന്നി മാറി വേറെ രീതിയിലൊക്കെ പോയി. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കാം? ഒരുപാട് കേസസ് ഉണ്ട്. നമ്മൾ എറിയുന്ന ഡാർട്ട് തന്നെ അല്ല, നമ്മളിനി അത്ര പ്രോയാണെങ്കിൽ പോലും നല്ല കാറ്റൊന്ന് അടിപൊളിയായിട്ട് വീശിയാൽ മതി, എന്ത് പറ്റും? മിഡിലിൽ വന്ന് കൊള്ളാൻ പറ്റത്തില്ല. ഓക്കെ, അതെല്ലാം വിട്. അതല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താ? നമുക്ക് ഈ എക്സാക്ട് സെന്ററിലാണ് ആക്ച്വലി വന്ന് ഡാർട്ട് കൊള്ളിക്കേണ്ടുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ ആവശ്യം അതാ. സോ നമ്മളെല്ലാരും എറിയുന്ന എങ്ങോട്ടാ? ഇവിടെ അല്ലേ? സോ അവിടെ ഒരു സാധനം വെച്ചാലാണോ അതോ ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചാലാണോ കൊള്ളാൻ സാധ്യത കൂടുതൽ? ഇവിടെ അല്ലേ? കാരണം എന്താ? നമ്മളെല്ലാരും ഇങ്ങോട്ട് നോക്കിയല്ലേ ഉന്നം വെക്കുന്നത്. അപ്പൊ ഇവിടെ ആയിട്ടല്ലേ നമ്മൾ എറിയുന്നത്. സോ അവിടെ ഒരു സാധനം വെച്ചാൽ അതിൽ വന്ന് കൊള്ളാനുള്ള സാധ്യത കൂടുതലല്ലേ? അത് നമ്മൾ ഇങ്ങോട്ടല്ലല്ലോ ഉന്നം വെക്കുന്നത്. ഇങ്ങോട്ടാ ഉന്നം വെക്കുന്നത്, നമുക്ക് എന്ത് പറയാം? ഇവിടെ ആയിരിക്കും വന്ന് കൊള്ളാനുള്ള സാധ്യത കൂടുതൽ. പക്ഷെ നമ്മൾ ഇങ്ങോട്ടല്ലല്ലോ ഉന്നം വെക്കുന്നത്. പകരം എവിടെ? നമ്മൾ ഇങ്ങോട്ടാ ഉന്നം വെക്കുന്നത്. അപ്പൊ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞ് കൊള്ളാനുള്ള സാധ്യത എവിടെ? ഇവിടെ. ഓക്കെ, തെറ്റിദ്ധരിക്കല് എയർ കൊള്ളാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എയർ കൊണ്ട സ്ഥലമല്ല. ഓക്കെ, അതാണ് എയർ കൊള്ളാനുള്ള സാധ്യത, അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങോട്ട് ഉന്നം വെക്കുന്നതുകൊണ്ട് ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വന്ന് കൊള്ളാൻ. ഓക്കെ, അല്ല ഇനി ഞാൻ ഇപ്പൊ ഇവിടെ ഉന്നം വെക്കുന്നതെന്ന് വെച്ചോ, ഏറ്റവും കൂടുതൽ കൊള്ളാൻ സാധ്യത എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും. അല്ല ഞാൻ അതിന്റെ അപ്പുറത്ത് ഒരു പോസ്റ്റ് വെച്ചെന്ന് വെച്ചോ, എന്നിട്ട് അതിലെ എയിം ചെയ്ത് നോക്കോ, അപ്പൊ ഏറ്റവും കൂടുതൽ എയർ കൊള്ളാനുള്ള സാധ്യത എവിടെ ആയിരിക്കും? ഈ പോസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഡാർട്ട് ബോർഡിലായിരിക്കില്ല. സോ നമ്മൾ എവിടെയാണോ ഉന്നം വെക്കുന്നത് അവിടെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ കൊള്ളാനുള്ള സാധ്യത. ഓക്കെ, പക്ഷെ റിയലി നടക്കുന്ന എന്താ? ഒരു ഡാർട്ട് എറിഞ്ഞു, അവിടെ കൊണ്ടില്ല, മാറി 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 ഇങ്ങനെ കൊണ്ടോണ്ടേയിരുന്നു. കണ്ടോ? മാറി മാറി കൊണ്ടോണ്ടേയിരുന്നു. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. അതായത് എയർ കൊള്ളാനുള്ള സാധ്യത ഇവിടാണ്, സെന്ററിലാണ്. കാരണം നമ്മൾ എന്താ എയിം ചെയ്യുന്ന അങ്ങോട്ടാ, പക്ഷെ എയർ കൊള്ളുന്ന എവിടാ? സെന്ററിൽ തന്നെ അല്ല. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഡാർട്ടല്ല എറിയുന്നത്. അത് ഞാൻ പറയുന്നത്, ഒരു ഡാർട്ടല്ല, നമ്മൾ മൾട്ടിപ്പിൾ ഡാർട്ടുകൾ ഇവിടെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ, ഞാൻ കുറെ ഡാർട്ട് അറിയാം, എന്നിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ വ്യക്തമായിട്ട് ഞാൻ സാധനം പറഞ്ഞുതരാം. നമ്മളെല്ലാരും ഉന്നം വെച്ചത് എങ്ങോട്ടാ? ഈ സെന്ററിലോട്ട്. ഓക്കെ, സോ എയർ കൊള്ളാൻ സാധ്യത എവിടാ? ഈ സെന്ററിൽ തന്നെ. പക്ഷെ ശരിക്കും എയർ കൊണ്ടത് എവിടാ? ശരിക്കും സെന്ററിൽ എത്ര എണ്ണം കൊണ്ടു? ഒന്ന് സൂമിൻ ചെയ്ത് നോക്കിയാണ്ടേ, ആകെപ്പാടെ ഇത്രയേ സാധനം മാത്രമേ കൊണ്ടിട്ടുള്ളൂ. ഒരു 1 2 3 4 5 6 7 235 ഡാർട്ട് എറിഞ്ഞിട്ട് സെന്ററിൽ കൊണ്ടത് 7 എണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പച്ച റിങ് നമ്മൾ കൂട്ടിയിട്ടില്ല. പച്ച റിങ്ങിലും കുറച്ചധികം കൊണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഉന്നം വെച്ച സെന്ററിലാണ്. സോ സെന്ററിൽ സാധനം വെച്ചാൽ കൊള്ളാനുള്ള സാധ്യത കൂടുതലാ, അല്ലേ? സെന്ററിൽ കൊണ്ടില്ലേ? ഇപ്പൊ ഞാൻ സെന്ററിൽ ഒരു ബലൂൺ വെച്ചാൽ ഞാൻ ബലൂൺ എന്തായാലും പൊട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലേ? ഓക്കെ, അത് വിട്. നമ്മളെല്ലാവരും ഉന്നം വെച്ച സെന്ററിലോട്ടാ, പക്ഷെ സെന്ററിൽ വന്ന് കൊള്ളാനുള്ള സാധ്യത കൂടുതൽ. പക്ഷെ ശരിക്കും കൊണ്ടത് എവിടാ? ശരിക്കും കൊണ്ടത് എവിടാ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു റിങ് കണ്ടോ? ഓക്കെ, ഈ കാണുന്ന റിങ്ങിന്റെ
ഈ കാണുന്ന പച്ച റിങ്ങിന്റെ ഇടയ്ക്ക് ഇതാ ഇത്രയും ഒരു സ്ഥലമുണ്ട്. ഇവിടെ അല്ലേ വന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡാർട്ട് കൊണ്ടേക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ ഡാർട്ട് വന്ന് കൊള്ളമുള്ള പ്രോബബിലിറ്റി എവിടെ അല്ലേ? ഓക്കെ, ഇവിടം തൊട്ടാണ് കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഉന്നം വെച്ചത് സെന്ററിൽ. സോ അപ്പൊ ഏറ്റവും കൂടുതൽ ഡാർട്ട് വന്ന് കൊള്ളാൻ സാധ്യത എവിടെ ആയിരിക്കണം? സെന്ററിൽ. പക്ഷെ നമ്മൾ എറിഞ്ഞു. റിയൽ ലൈഫിൽ നോക്കുന്നു, ഏറ്റവും കൂടുതൽ ഡാർട്ട് കൊണ്ടത് എവിടെ? ഈ കാണുന്ന ഇത്രയും ഏരിയയിൽ. ഓക്കെ, ഈ റിങ്ങിന്റെ പുറത്തും ഈ റിങ്ങിന്റെ അകത്തുമുള്ള, അല്ലാതെ ഇത്രയും ഏരിയക്ക് അകത്തുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കൊണ്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ കൊണ്ടെങ്കിൽ ഹയസ്റ്റ് പ്രോബിലിറ്റി എവിടെ അല്ലേ? ഓക്കെ, എയിം സെന്ററിലും. ഓക്കെ, ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൊള്ളിക്കാനായിട്ട് നമ്മുടെ എയിം ചെയ്ത സെന്റർ, പക്ഷെ കൊണ്ടത് സെന്റർ അല്ല, ചുറ്റുമുള്ളത്. സോ ചുറ്റുമുള്ള സ്ഥലമാണ് പ്രോബബിലിറ്റി, ആ സെന്റർ എയിമുമാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. മനസ്സിലായോ? നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിട്ട് ഈ സാധനം വളരെ വെടിപ്പായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളെല്ലാവരും ഉന്നം വെച്ച നമ്മുടെ സ്ഥലം ഈ കാണുന്ന സെന്റർ, പക്ഷേ ഡാർട്ടുകൾ കൊണ്ടതോ ഈ കാണുന്ന ഈ റീജിയനിൽ. അതെന്താ അങ്ങനെ കൊണ്ടേ? അപ്പൊ ആൾക്കാർ പറയാം, അതിപ്പോ പ്രോകൾ അതിനാ നടുക്ക് കൊള്ളത്തില്ലേ? ഓക്കെ, തൽക്കാലത്തേക്ക് ഈ പ്രോ, അമച്വർ, ബിഗിനർ അങ്ങനത്തെ ടേം എല്ലാം മാറ്റിയേക്ക്. ഒരു മനുഷ്യൻ, ഓക്കെ, ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. ഒരു മനുഷ്യന് ഒരു സ്ഥലത്ത് എറിഞ്ഞ് കൊള്ളിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ മനുഷ്യൻ സർവൈവ് ചെയ്യത്തില്ല. അറിയോ? കാരണം നമ്മൾ എവല്യൂഷൻ പരമായിട്ട് നമ്മുടെ വന്ന് നോക്കി അറിയാം. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് യൂസ് ചെയ്യുന്ന എന്താ? തോക്ക്. ഓക്കെ, തോക്ക്. ഓക്കെ, നമുക്കറിയാം തോക്കിന്റെ ബാരൽ സ്ട്രെയിറ്റ് ആയി എയിം ചെയ്ത് വെടിവെച്ച് അതേ പൊക്കോളും. തോക്കിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താ? അമ്പ്. എന്താ അമ്പ് ഉപയോഗിക്കാൻ നമുക്ക് എയിം വേണ്ടേ? ഉന്നം വേണ്ടേ? അല്ലെ അമ്പിന് മുമ്പ് ഉണ്ടായ സാധനം എന്താ? കുന്തം. കുന്തം കറക്കി ഡാർട്ട് പോലല്ലേ? കാട്ടില് നമുക്ക് ജീവികളെയൊക്കെ എറിഞ്ഞ് കൊള്ളിക്കണം. അത് നമ്മൾ എറിഞ്ഞ് കൊള്ളിച്ചോണ്ടിരുന്ന ജീവികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമാ. മനസ്സിലായി? അതായത് എവിടെയും ചുമ്മാ തോന്നിയെടുത്തൊന്നും എറിഞ്ഞിട്ട് കാര്യമില്ല. അത് കറക്റ്റ് സ്ഥലത്ത് എറിഞ്ഞ് കൊള്ളിച്ചാൽ മാത്രമേ വലിയ ജീവികളൊക്കെ വീഴൂ. സോ എവല്യൂഷൻ പരമായിട്ട് നമ്മുടെ മനുഷ്യർക്ക് ഒരു കഴിവുണ്ട്. കണ്ടിട്ടില്ലേ ചിലർക്കൊക്കെ? അതായത് മനുഷ്യന്മാർക്ക് ബൈ സംഭവം അവർക്ക് ഒരു എയിം ഉണ്ട്. അവർ ഒരു പോയിന്റിൽ ടാർഗറ്റ് ചെയ്താൽ അവിടോ ഇല്ലേ അതിന് ചുറ്റും എവിടെയും അവർക്ക് കൊള്ളിക്കാൻ ഒരു കഴിവുണ്ട്. മനസ്സിലായോ? അതാണ് നമ്മൾ ഇപ്പൊ ഇവിടെ കണ്ടത്. നിങ്ങളുടെ ഡാർട്ട് ബോർഡ് എടുത്തിട്ട് നിങ്ങൾ ഡാർട്ടിലോട്ട് എറിഞ്ഞു നോക്ക്. ഒരു സാമാന്യ, അത് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. അത്യാവശ്യം വലിപ്പമുള്ള ഡാർട്ട് ബോർഡ് എടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദൂരം, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കേസ് എടുത്തിട്ട് നിങ്ങളൊന്ന് എറിഞ്ഞു നോക്ക്. നിങ്ങൾ ഈ സെന്ററിൽ എയിം ചെയ്ത് എറിഞ്ഞാൽ ഇവിടെ 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 ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും വന്ന് കൊള്ളാൻ സാധ്യത. അതിന്റെ കാര്യം എന്താ? നമ്മുടെ ഉന്നം മോശമായിട്ടോ? നല്ല, നമ്മുടെ ഉന്നം മോശമാണെങ്കിൽ നമ്മൾ ഇവിടെ എയിം ചെയ്താ ഇവിടെയൊക്കെ വന്ന് കൊള്ളും. ഇല്ല, നമ്മുടെ ഉന്നം വളരെ മോശമാണെങ്കിൽ ഡാർട്ട് ബോർഡിൽ പോലും കൊള്ളത്തില്ല. നമ്മുടെ ഡാർട്ട് ബോർഡിൽ പറഞ്ഞാൽ അപ്പത്തുള്ള തെങ്ങിലോ തോട്ടിലോ ഒക്കെ ചെന്ന് വീഴും. മനസ്സിലായോ? അപ്പം നമുക്കൊരു ഉന്നം ഉണ്ട്. ബൈ സംഭവം മനുഷ്യനൊരു ഉന്നം ഉണ്ട്. എവല്യൂഷൻ പരമായിട്ട് നമുക്ക് കിട്ടി വന്നതാ. ഓക്കെ, അത് ചിലർക്ക് വളരെ പ്രിസൈസ് ആയിരിക്കും ചില സ്ഥലത്ത് കൊള്ളിക്കാൻ, ചിലരത് പ്രാക്ടീസിൽ കൂടെ ചെയ്തെടുത്തായിരിക്കും. ഓക്കെ, ബട്ട് സ്റ്റിൽ ഒരു കോമൺ മാന് ഒരു സ്ഥലത്ത് ഉന്നം വെച്ചാൽ എറിയൊരു കഴിവുണ്ട്. നമ്മൾ പട്ടിയൊക്കെ എടുത്തിട്ട് കല്ല് പെറുക്കി എറിയത്തില്ലേ? കൊള്ളത്തില്ലേ? അല്ലെ അടുത്ത് നിന്ന് കൊള്ളത്തില്ല. അതിന്റെ കാര്യം എന്താ? നമ്മൾ പട്ടി എറിയുന്നെങ്കിൽ ഒന്നേ അതിനെ തന്നെ അല്ല അതിന്റെ അടുത്ത് എറിയിക്കാൻ കഴിവുണ്ട്. സോ നമ്മൾ ഈ സെന്ററിൽ എയിം ചെയ്താൽ, ഓക്കെ, അങ്ങോട്ടാണ് നമ്മുടെ എയിം മൊത്തം, അങ്ങോട്ടാണ് നമ്മൾ എറിയുന്നത്. പക്ഷേ ഡ്യൂ ടു സം ഫാക്ടേഴ്സ് നമ്മുടെ ഉന്നങ്ങൾ കുറവായതുകൊണ്ടോ പല പല റീസൺസ് കാരണം അവിടെ തന്നെ കൊള്ളണമെന്നില്ല. അതിന്റെ ചുറ്റും അടുത്തടുത്തടുത്തുള്ള ഏരിയ കൊള്ളാം. എന്നാലും എന്താണ്, മനുഷ്യർക്ക് നല്ല ഉന്നമെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഒരു ജീവിയെ എറിയുവാണെങ്കിൽ എക്സാക്ട് അതിന്റെ കഴുത്തിൽ ഒരു പോയിന്റ് കുത്തിയിട്ട് അതിലെല്ലാം നമ്മൾ എറിയുന്നത്. അന്ന് എറിയാൻ കഴിവുള്ളവരുണ്ടായിരുന്നു. ഓക്കെ, അതിനടുത്തായിട്ടുള്ള ഏരിയയൊക്കെ. സോ നമുക്ക് നല്ലൊരു ഉന്നം ഉണ്ടായിട്ടാണ് നമ്മൾ ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇവിടെ കുത്തുന്നത്. അത് വേണ്ടേ? ഇപ്പൊ ഞാൻ 500 ഡാർട്ട് എടുത്തെറിഞ്ഞു, കണ്ടില്ലേ? ഞാൻ നോക്ക്, ഇത്ര റീജിയനിലല്ലേ താണ്ടെ ഉന്നം വളരെ കുറവാണെന്നല്ലോ എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ വെളിയിൽ പോകും. അതെല്ലാം പോയോ? 500 ഡാർട്ട് എറിഞ്ഞ ടാപ്പാടെ കണ്ടോ? 1 2 നിങ്ങൾ സൂമിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ കുറച്ച് ഡാർട്ടുകൾ മാത്രമേ വെളിയിൽ പോയിട്ടുള്ളൂ. മനസ്സിലായി? ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെ. നിങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ കാശ്? നിങ്ങൾ എറിഞ്ഞാൽ വെളിയിലൊക്കെ ചെന്ന് നിങ്ങൾ വേണേൽ നിങ്ങളുടെ ഡാർട്ട് ബോർഡ് വാങ്ങിച്ചെടുത്ത് എറിഞ്ഞ് പരീക്ഷിച്ച് നോക്കാം. സോ മനുഷ്യർക്ക് എന്താണ് അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. നമുക്ക് ഉന്നം കറക്റ്റ് സ്ഥലത്ത് പോയിന്റ് ചെയ്ത് എറിയാൻ. സോ നമ്മുടെ എയിം അവിടോട്ടാ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ എറിയാൻ പറ്റിയില്ല? നമ്മൾ കണ്ടേ ഇവിടെ ഈ റിങ്ങിലാണെങ്കിൽ നമ്മൾ തോനയും കണ്ടേ. എന്തുകൊണ്ടാണ് അത് കണ്ടത്?